ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഹോം ടൂർ ആയാലോ? ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂറാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പേര് കുറേ ആയിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു ഹോം ടൂർ ചെയ്യുമോയെന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള മടി കാരണം അങ്ങനെ ലേറ്റായി പോവായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത്. അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. ഞങ്ങൾ ഏകദേശം 4 വർഷം ആവാറായിട്ടോ ഈ ഒരു വീട്ടിലേക്ക് താമസം മാറിയിട്ട്. ആദ്യം നമുക്ക് പുറത്തുനിന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ഇതൊരു 14.5 സെൻറ്റിലാട്ടോ ഈ വീട് ഇരിക്കുന്നത്. 2110 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു ഊഞ്ഞാലും അതുപോലെ ഒരു സ്ലൈഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെടികളൊന്നും അത്ര കൂടുതലൊന്നും നട്ടുപിടിപ്പിച്ചിട്ടില്ല. ചെറിയ രീതിയിൽ കുറച്ചൊക്കെ ചെടികളെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സ് തരുന്ന രീതിയിലുള്ള അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നട്ടുപിടിപ്പിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനത്തെ ഒക്കെ വെക്കണം. ഒരു 3-4 എണ്ണമൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാ അങ്ങനത്തെ ഒക്കെ വെക്കണം. ചെടികളിലേറെ എനിക്ക് താല്പര്യം അതുപോലത്തെ തൈകളൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. സിറ്റൗട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. എക്സ്ട്രാ ഒരു ചെയർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള പ്ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡോർ ഉണ്ട് കേട്ടോ. ഒന്ന് ലിവിങ് റൂമിലേക്കും ഒന്ന് ഹാളിലേക്കുള്ള 2 ഡോറും ഒരുപോലത്തേത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം. സിറ്റൗട്ടിലെ ഡോറ് തുറന്നാൽ നേരെ ഇതുപോലെ ഒരു ചെറിയൊരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് എത്തുന്നത്. ഇവിടെ ഇങ്ങനെ സോഫ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ലിവിങ് റൂം ഉള്ളത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സീലിംഗ് ഇതുപോലെയാണ്, ജിപ്സം വെച്ചിട്ടാണ് ഇത് സീലിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു സിമ്പിളായിട്ടുള്ളൊരു സീലിംഗ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡൈനിങ് ടേബിള് ഇതുപോലെ ഇവിടെ ഈ ഒരു സ്പേസിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിലാണ് ഇത് കറക്റ്റായിട്ട് ഒരു കാണാനൊരു ഭംഗി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഡൈനിങ് ടേബിൾ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കിച്ചണാണ്, അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഈ കോർണറിലായിട്ട് ചെറിയൊരു വാഷ് ബേസിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ഓവറായിട്ടുള്ള വലിപ്പത്തിലുള്ള ഒന്നുമല്ല, ചെറിയൊരു വാഷ് ബേസിനാണ്. പിന്നെ ആ ഒരു വാൾപേപ്പറാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റൂമുണ്ട്, അതിങ്ങനെയാണ്. സീലിംഗ് എല്ലാം ജിപ്സം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അടിയിലും മേലയിലൊക്കെ ജിപ്സം വെച്ചിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന കബോർഡൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ്. ആദ്യം നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് കബോർഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് ഡോറ് വെച്ച് പ്ലൈവുഡ് വെച്ചിട്ട് ഡോറ് വെച്ചു. അതിനുശേഷം വെനീറിൻ്റെ പോലത്തെ ആ ഒരു പെട്ടെന്ന് വെനീറാന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റ് അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് കണ്ട വെനീറാന്ന് തന്നെ തോന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള പെയിൻറ്റാണ് അടിച്ചിട്ടുള്ളത്. അതിനോട് മാച്ചാക്കിയിട്ട് തന്നെയാണ് ഇവിടുത്തെ കർട്ടനും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പ്ലൈവുഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് തോന്നില്ല അവിടെ ഒരു ബാത്റൂം ഉണ്ടെന്ന്. ജസ്റ്റ് ഒന്നിങ്ങനെ പുൾ ചെയ്താൽ മാത്രമേ അവിടെ ഒരു ബാത്റൂം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് കണ്ടാൽ എല്ലാവരും വിചാരിക്കുക കബോർഡാണെന്നാണ്. പക്ഷേ കബോർഡൊന്നല്ല, ജസ്റ്റ് മറ്റേ ഭാഗത്തൊക്കെ പ്ലൈവുഡ് വെച്ചിട്ട് അങ്ങ് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഈ ബാത്റൂമിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പുൾ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റൂമിൻ്റെ കാണാനുള്ളത്. ഇനി നമുക്ക് ലിവിങ് റൂമിലേക്കൊന്ന് നോക്കാം. ഇതാണ് കേട്ടോ ലിവിങ് റൂം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സെറ്റിയൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഒക്കെ അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ കളർഫുൾ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒട്ടും സ്പേസ് പോവാത്ത രീതിയിലാണ് ഈ സെറ്റ് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കോർണറിലായിട്ട് ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീപ്പോയും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പ്ലൈവുഡ് കൊണ്ടാട്ടോ ഈ ഒരു ഷോ കേസ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തതാണ്. കർട്ടനും എല്ലാം അതിനോട് മാച്ചാക്കിയിട്ടാണ് ഈ ഒരു ലിവിങ് റൂമിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ അവിടെ ആയിട്ട് ഒരു റൂമും കൂടെ ഉണ്ട് കേട്ടോ. കിച്ചൺ കണ്ടിട്ട് നമുക്ക് ആ റൂമും കൂടെ കാണാം. അപ്പോൾ കിച്ചൺ ഇതാണ്. ഞാൻ മുന്നേ ഒരു കിച്ചൺ ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഫോൾസ് ഒക്കെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ്. ഒരു ക്രീം ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനിലാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെയും ഒക്കെ ആ ഒരു കളർ കോമ്പിനേഷനിൽ കബോർഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഈ 2 കിച്ചണിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കറണ്ടടുപ്പും വിറകടുപ്പും എല്ലാം ഈ ഒരൊറ്റ കിച്ചണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കുഞ്ഞ് സ്റ്റോർ റൂമും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റോർ റൂം ഒരു വീട്ടിൽ അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. നമുക്ക് പെട്ടെന്ന് സൂക്ഷിച്ച് വെക്കേണ്ട സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഒരു സ്റ്റോർ റൂം അത്യാവശ്യമാണ്. ഈ കബോർഡൊക്കെ പ്ലൈവുഡ് കൊണ്ട് തന്നെ കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കിച്ചൺ ടൂർ വീഡിയോ ചെയ്യാം കേട്ടോ. മറ്റേത് പ്രൈവറ്റ് ആക്കി വെച്ചുകൊണ്ടാണ്. പിന്നെ കിച്ചൺ കഴിഞ്ഞിട്ട് ഇവിടേക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ അയൺ ചെയ്യലും അതുപോലെ പകലൊക്കെ ഭക്ഷണം കഴിക്കാറൊക്കെ ഈ ഒരു ടേബിളിലാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ കളിക്കാനുള്ളൊരു സ്പേസും കൂടെ ആ ഒരു കോർണറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനും ഈ ഒരു സ്പേസിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു റൂമും കൂടെ കാണാനുണ്ടായിരുന്നല്ലോ. നമ്മുടെ മേലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഒരു റൂം ഉണ്ടായിരുന്നു. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. ഈ ഒരു റൂം ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ അവിടെ ബ്ലാക്ക് ആയിരുന്നു, ഇവിടെ ഈ ഒരു കളറിലാണ് ഇതിൻ്റെ ഒരു കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലൈവുഡ് കൊണ്ട് ഡോറ് വെച്ചിട്ട് അതും ആ ഒരു വെനീറിൻ്റെ പോലത്തെ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കട്ടിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. അതുപോലെ ഡൈനിങ് ഹാളിലെ ടേബിളൊക്കെ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഇവിടുത്തെ ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. അതുപോലെ ഇതിൻ്റെ സീലിംഗ് ഇതുപോലെ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് തന്നെ സീലിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാത്റൂം. ഇത് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ബാത്റൂമാണെന്ന് മനസ്സിലാവില്ല. പെട്ടെന്ന് കണ്ടാൽ കബോർഡാന്നൊക്കെ തന്നെ വിചാരിക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ മാത്രമേ ഈ റൂമിലെ ബാത്റൂം നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു റൂമുണ്ട്. അത് പ്രയർ ഹാളാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ പ്രയർ ഹാളിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ മോഡലായിട്ടുള്ള സ്റ്റെയർ ആയിട്ട് വെക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നേരെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസൊക്കെ സ്റ്റീലിൻ്റെ ഹാൻഡിലൊക്കെയാണ് കേട്ടോ. റൗണ്ടിലൊക്കെ വെക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നേരെയുള്ള ഒരു സ്റ്റെയർ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു വലിയ ഹാളുണ്ട്. അവിടെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല. അതിപ്പോൾ എംപ്റ്റി ആയി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് റൂമുണ്ട്. ഇവിടെ മേലെ 2 റൂം, താഴെ 2 റൂമാണ് കേട്ടോ. താഴെ 2 റൂമും അതുപോലെ ഒരു ലിവിങ് റൂമും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ സ്റ്റിച്ചിങ് മെഷീൻ വെച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ അവിടെ നിന്നായിട്ട് ചെയ്യാൽ. പിന്നെ ഇവിടുന്ന് ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. മേലെ ഡൈനിങ് ഹാളിൽ ഒരു ചെറിയൊരു കുഞ്ഞു ബാത്റൂമാണ്, കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇവിടെ ഒരു റൂമേ ഉള്ളൂ കേട്ടോ ബാത്ത് അറ്റാച്ച്ഡ്. മറ്റേ റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ബാത്ത് അറ്റാച്ച്ഡ് അല്ല റൂമാണിത്. ഇവിടുത്തെ കബോർഡും കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. മേലത്തെ സീലിംഗ് ഒക്കെ സിമ്പിളായിട്ടുള്ള സീലിങ്സ് ആണ്. ഡൈനിങ് ഹാളിലായാലും റൂമുകളിലായാലും ഒക്കെ സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബാത്റൂം. ഇനി നമുക്ക് മറ്റേ റൂം ഒന്ന് കണ്ടു നോക്കാം.
ഇത് കുറച്ച് സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. ഇതിൽ കബോർഡും ഇവിടെ വെച്ച് കസ്റ്റമൈസ് ചെയ്തതാണ്. പിന്നെ ഇവിടെ കബോർഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റഡി ടേബിൾ പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബുക്സ് വെക്കാനും അതുപോലെ അവിടെ ഇരിക്കാനൊക്കെ രീതിയിലുള്ള ഒരു സ്റ്റഡി ടേബിൾ പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ടിലും ഇവിടെ വെച്ച് തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ്. പിന്നെ ഇവിടെ അപ്സ്റ്റെയറിൽ ഒരു കുഞ്ഞ് സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. അവിടെ നിന്നാൽ നല്ല രസമാണ് കാണാനായിട്ട്. പുറത്തേക്ക് കാണാനൊക്കെ നല്ല കാഴ്ച ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ നല്ലൊരു രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് നേരെ താഴേക്ക് സിറ്റ് ഔട്ടിലേക്ക് കാണാനും പറ്റും. സിറ്റ് ഔട്ടിൽ ആരെയും ഇരിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണാനും പറ്റും. ഇതിവിടുത്തെ ഓപ്പൺ ടെറസാണ്. നല്ല വിശാലമായിട്ടൊരു ഹാള് പോലെയാണ് ഈ ഓപ്പൺ ടെറസ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ അലക്കിയതൊക്കെ ഉണക്കാനാണ് ഇവിടെ അധികം യൂസ് ചെയ്യാറ്. പിന്നെ അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇടാനായിട്ട് കുറച്ച് റാക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഒരു 3 പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുകാനൊക്കെ രീതിയിലാണ് ഇവിടെ 3 പൈപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലോറ് ഒരു വൈറ്റ് ടൈൽസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഭാഗത്തേക്കും ഗ്രാനൈറ്റാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഹോം ടൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒത്തിരി ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.